എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഗ്രില്ലിന് കൂടെ നമ്മുടെ കുബൂസിന് പകരമായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം. ഇത് ബ്രെഡിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. ബ്രെഡ് ഓൺ തവ അങ്ങനെ പറയാം. നമ്മൾ ചപ്പാത്തി പോലെ പത്തിരി പോലെയൊക്കെ തവയിൽ ചുട്ടെടുക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് തൈരാണുള്ളത്. ഇതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി ഇതെല്ലാം അലിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സാധാ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം വീണ്ടും 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മൊത്തം നമ്മൾ വെള്ളം 1 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. പക്ഷേ വെള്ളം ഒഴിക്കുമ്പം പകുതിയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ വെള്ളവും ആ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവായിട്ട് എടുക്കണം. ആദ്യം തന്നെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലാവാം, സാധാരണ ഓയിലോ. ഇനി വെളിച്ചെണ്ണയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഓയിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് നമ്മൾ ഇതേപോലെ കുഴച്ചെടുക്കണം. ഇതിൽ വെള്ളം കറക്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല വേറെ. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കുക. ഒരുപാട് നേരം വെക്കണ്ട. ഇനി 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ കുറച്ച് പൊടി ഒന്ന് തൂവിയതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഈ ഒരു പൊടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് കിട്ടും അപ്പോൾ തന്നെ. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് സ്മൂത്തായിട്ടുള്ള ഒരു ഡോ ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പരത്തുന്നുണ്ട്. ഈ ഒരു മാവ് മൊത്തം ഒന്ന് പരത്തിയതിന് ശേഷം ഈക്വൽ പാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ എടുക്കുന്ന പോലെ ഇങ്ങനെ ഉരുളകളാക്കി മാറ്റിയെടുത്താലും മതി. അപ്പം ഞാനിവിടെ മാവ് ഓരോ ഉരുളകളാക്കിയിട്ട് നല്ല സ്മൂത്തായിട്ട് മാറ്റണം കേട്ടോ. സ്മൂത്തായിട്ടുള്ള നല്ല ഉരുളകളാക്കിയിട്ട് അതേപോലെ ഉരുട്ടി വെക്കാം. എനിക്കിവിടെ 12 ഇതേപോലെ ഒരു ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ 12 എണ്ണം ഉണ്ടാക്കുന്നുണ്ട് ഇതേ ബ്രെഡ്. അപ്പോൾ അത് നമുക്ക് ഒരു തുണി വെച്ചിട്ട് മൂടി വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മുൾഭാഗം ഡ്രൈ ആയി പോവേ. അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ പരത്തുന്നത് അതുപോലെ തന്നെ പരത്തിയെടുക്കാം. പിന്നെ ഒരുപാട് തിന്നാവരുത്, നൈസാവരുത്, കുറച്ചൊരു കട്ടി വേണം നമ്മുടെ ഈ ഒരു ബ്രെഡിന്. പിന്നെ നമ്മുടെ തവ നമ്മൾ ഇപ്പോൾ ചുട്ടെടുക്കുന്നത് ഏത് പാത്രമാണോ അതനുസരിച്ച് നമുക്കിത് പരത്തി വെക്കാം. ഒരുമിച്ച് പരത്തി വെക്കണ്ട. അപ്പോൾ ആവശ്യാനുസരണം പരത്തി വെച്ചാൽ മതി. ഞാനിവിടെ ഒരു 3 എണ്ണം പരത്തി വെക്കുന്നുണ്ട്. എനിക്ക് 3 എണ്ണമാണ് ഒരു തവയിൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് 3 എണ്ണം പരത്തുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിനുശേഷം നമുക്ക് ചൂടായ തവയിലേക്ക് ഇത് ഓരോന്നിട്ട് കൊടുക്കാം. പിന്നെ ഒരു ബബിൾ വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാം. ആ ഒരു ബബിൾ തിരിച്ചും മറിച്ചിടുമ്പം വരുമല്ലോ, അതനുസരിച്ച് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു തവി വെച്ചിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടും. ഒരു 4-5 പ്രാവശ്യം ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് ബ്രെഡിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ അതാണ് ബ്രെഡ് ഓൺ തവ. തവയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബ്രെഡ് തന്നെയാണത്. ശരിക്കും പറഞ്ഞാൽ ഗ്രില്ലിന് കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. നമ്മുടെ കുബൂസിന് പകരമായിട്ട് നന്നായിട്ട് കോമ്പിനേഷനായിട്ട് തന്നെ പോകും ഈ ഒരു ഐറ്റം. അത് കാരണം അത് സോസ് കൂട്ടിയിട്ടും മയോണൈസ് കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇത് ഇട്ട് വെക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള ഏതെങ്കിലും ടവലെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ച് മൂടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാസറോളൊക്കെ നേരിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവി ഇറങ്ങി ഒരു വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് ഓൺ തവ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.